കഴിഞ്ഞ ദിവസങ്ങളിൽ കൃത്യമായി പറഞ്ഞാൽ 22-ാം തീയതി മുതൽ 25-ാം തീയതി വരെ കോട്ടയം ഞാലിയാകുഴി ദേറായിൽ ധ്യാനം നടന്നു. നാളുകളായി മലങ്കര സഭയിൽ ഉയർന്നു വന്ന ഒരു ആവശ്യമായിരുന്നു വൈദികർക്കായി വർഷത്തിലൊരിക്കലെങ്കിലും ഒരു റിഫ്രഷ്മെന്റ് ക്ലാസ് വേണമെന്നുള്ളത്. പക്ഷെ ഇതുവരെ അത് നടപ്പായിരുന്നില്ല. നമ്മുടെ വൈദികർ സെമിനാരിയിൽ നിന്നും ഔപചാരിക പഠനം പൂർത്തീകരിച്ച് പട്ടം നേടിയാൽ പിന്നെ സാധാരണഗതിയിൽ തുടർന്നൊരു പഠനവും ഇല്ല. വേദപുസ്തകം പോലും വായിക്കാത്ത വൈദികരുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ സഭയിലെ കാലം ചെയ്ത ഒരു മെത്രാപ്പൊലീത്ത ഇടയ്ക്ക് പറയുമായിരുന്നു, ഏവൻഗേലിയോൻ വായന ഉള്ളതുകൊണ്ട് മാത്രം വേദപുസ്തകം വായിക്കുന്ന വൈദികരും നമ്മുടെ സഭയിലുണ്ടെന്ന്. പട്ടമേറ്റ് കഴിഞ്ഞിട്ട് കുമ്പസാരിക്കാത്ത വൈദികരും നമുക്കിടയിലുണ്ട്, എത്രയോ പേരുണ്ട്. അങ്ങനെ കുരുടാക്കപ്പെട്ടവർ നയിച്ചാൽ നമ്മുടെ ഇടവകകൾ, നമ്മുടെ സഭ എങ്ങനെ നന്നാകും? സെമിനാരി പഠനം കൊണ്ട് കിട്ടുന്ന അറിവുകൾക്ക് പിന്നീട് ഒരു പുതുക്കൽ ഉണ്ടാകുന്നില്ല. മെത്രാന്മാർ മുതൽ യുവജന പ്രസ്ഥാനം വരെ പൊളിറ്റിക്സ് കളിക്കാൻ വേണ്ടി മാത്രം സഭയെ ഉപയോഗിക്കുന്ന ഇക്കാലത്ത് വൈദികരും സ്വാഭാവികമായും ഇതേ പൊളിറ്റിക്സ് പാത പിന്തുടരുന്നു. ആത്മീയതയെക്കാളും പ്രാർത്ഥനയെക്കാളും ദൈവികതയെക്കാളും ഭദ്രാസനത്തിലെ ഏത് പ്രബല ഗ്രൂപ്പിന്റെ കൂടെ നിൽക്കണം, മെത്രാച്ചനെ എങ്ങനെ പ്രസാദിപ്പിക്കണം, ഇടവകയിൽ ആരെയൊക്കെ പ്രീതിപ്പെടുത്തണം എന്നൊക്കെ ആലോചിച്ച് ദൈവത്തെ മറന്നു പോകുന്ന വൈദികരാണ് നമുക്ക് ചുറ്റുമുള്ളത്. ശരിയല്ലേ? അതാണ് നമ്മുടെ വൈദികർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപജയം. അതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്നത് ഇടവകകളും വിശ്വാസികളുമാണ്. വൈദികർക്ക് ആത്മീയമായി ഇടവകയെ പരിപോഷിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഉള്ളിൽ ആത്മീയതയില്ല. ബാറ്ററി ഇല്ലാത്ത റിമോട്ട് കൊണ്ട് ഒന്നിനെയും കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തതുപോലെ ഇങ്ങനെയുള്ളവർ വിളിച്ചാൽ പരിശുദ്ധാത്മാവ് വരണമെന്ന് എന്താ നിർബന്ധം? ബലിപീഠത്തിലെ തിരുശരീര രക്തങ്ങളെക്കാൾ വലുതാണ് ഇടവകയിലെ വീട്ടുകാരുടെ എണ്ണമെന്ന് കരുതുന്ന വൈദികരുടെ എണ്ണം വല്ലാതെ നമ്മുടെ സഭയിൽ കൂടുന്നു. അതല്ലേ ഓരോ ഭദ്രാസനത്തിലെയും ട്രാൻസ്ഫർ നടക്കുമ്പോൾ അരമനകളിൽ കയറി ഇറങ്ങുന്ന വൈദികരും ട്രാൻസ്ഫറിന് ശേഷം പെറുപിറുക്കുന്ന വൈദികരും തെളിയിക്കുന്നത്. ഇപ്പോൾ ഞാലിയാകുഴി ദേറായിൽ കനലപ്പം എന്ന പേരിൽ നടന്ന ഈ ഒരുക്ക ധ്യാനം അതിനൊരു പരിഹാരമാകുമെന്ന് കരുതുന്നു. ആദ്യഘട്ട പരീക്ഷണം എന്ന പേരിൽ ചിലപ്പോൾ കുറവുകൾ ഉണ്ടായേക്കാം, അറിയില്ല. പങ്കെടുത്ത പല വൈദികരോടും സംസാരിച്ചപ്പോൾ വളരെ നല്ല അഭിപ്രായമാണ് ലഭിച്ചത്. അവർക്കൊരു ആത്മവിശ്വാസവും പ്രതീക്ഷയും ലഭിച്ചതുപോലെ. ഒരു പുരോഹിതൻ എന്താണെന്നും എന്താകണമെന്നും എങ്ങനെ ആകാൻ പാടില്ലെന്നും ഒരു ബോധം വരുത്തുവാൻ സാധിച്ചുവെങ്കിൽ ഈ ധ്യാനം പൂർണ്ണ വിജയമാണെന്ന് പറയാം. കനലപ്പത്തിൻ്റെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ദൈവസ്നേഹത്തിൻ്റെ വേദ ചിന്തകളും സംവാദങ്ങളും നിശബ്ദ പ്രാർത്ഥനയും കുമ്പസാരവും ഒക്കെ കൃത്യമായി നടത്തുവാൻ സംഘാടകർക്ക് സാധിച്ചു. വളരെ വൈകാരികമായ അനുഭവങ്ങളും ഈ ധ്യാനത്തിലുണ്ടായിരുന്നു. കണ്ണീരോടെ പൗരോഹിത്യ ശുശ്രൂഷയെപ്പറ്റി പുനർവിചിന്തനം നടത്തുവാനും ഈ ധ്യാനം ഇടയാക്കി. താനായിരിക്കുന്ന പൗരോഹിത്യ പദവിയുടെ ശ്രേഷ്ഠത ഒന്നുകൂടി ആഴത്തിൽ മനസ്സിലാക്കാനും ദൈവ മുൻപിൽ ഒരു പുരോഹിതന്റെ സ്ഥാനം എന്താണെന്നും അത് മാലാഖമാരേക്കാൾ ശ്രേഷ്ഠമാണെന്നും രഹസ്യത്തിലും പരസ്യത്തിലും ഒരു പുരോഹിതൻ ആ വിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടതുണ്ടെന്നും ഓർമ്മിപ്പിക്കാൻ ഈ ധ്യാനത്തിന് സാധിച്ചിട്ടുണ്ട്. പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകളിലും വേദപുസ്തകത്തിലും പുരോഹിതന്മാരെ എങ്ങനെയാണ് കാണുന്നതെന്ന ഒരു അവബോധം ഒരു ചെറിയ സംഘത്തിന് നൽകാൻ ഈ ധ്യാനം കൊണ്ട് സാധിച്ചു. വൈദിക സംഘം പ്രസിഡന്റ് മാത്യൂസ് മാർ തിമോത്തിയോസ് തിരുമേനി 2 ദിവസം മുഴുവനും വൈദികരോടൊപ്പം ധ്യാനത്തിൽ മുഴുകി. അവരുടെ ആവലാതികൾ കേട്ടു, അവരോടൊപ്പം ധ്യാനമിരുന്നു. KM ജോർജ് അച്ഛൻ, വിജേഷ് ഫിലിപ്പച്ചൻ, KL മാത്യു വൈദ്യനച്ചൻ തുടങ്ങിയ പ്രമുഖ വൈദികർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. കുമ്പസാരത്തിനും വിശുദ്ധ കുർബാനയ്ക്കും ശേഷമാണ് ധ്യാനം അവസാനിച്ചത്. ധ്യാനത്തിന് നേതൃത്വം നൽകിയ നൈനാൻ വി ജോർജ് അച്ഛനും ജോൺ ഡി വർഗീസ് അച്ഛനും ഈ വർഗീസ് വള്ളിക്കാട് അച്ഛനും മറ്റും പങ്കെടുത്ത വൈദികർക്കെല്ലാം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവസ്നേഹിയായ മാർ യുവാനിയോസ് മെത്രാപ്പൊലീത്തയും വിശുദ്ധനായി ജീവിച്ച ജോർജ് അച്ഛനും ഒക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഞാലിയാകുഴിയുടെ മണ്ണിൽ ആരംഭം കുറിച്ച കനലപ്പം മലങ്കര സഭയിലെ വൈദികരുടെ നവീകരണത്തിന് മുഖാന്തരമാകട്ടെ എന്ന് നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ, ഇത് ഇങ്ങനെ മാത്രം നടത്തിയാൽ പോരാ. എല്ലാ ഭദ്രാസനങ്ങളിലും എല്ലാ വർഷവും ഇത് നിർബന്ധപൂർവ്വം നടത്തണം. 2 ദിവസം പൂർണ്ണമായും അരമനകളിൽ താമസിച്ച് ഒന്ന് പുതുക്കപ്പെട്ട് ഇടവക ശുശ്രൂഷകളിലേക്ക് മടങ്ങുവാൻ വൈദികർക്ക് സാധിക്കുന്ന രീതിയിൽ അങ്ങനെ വേണം ഇനി ഇത് ക്രമീകരിക്കുവാൻ. എങ്കിൽ മാത്രമേ മലങ്കര സഭയ്ക്ക് നഷ്ടപ്പെട്ട ആത്മീയ ചൈതന്യം നമുക്ക് വീണ്ടെടുക്കുവാൻ സാധിക്കും.